ഹായ് ഗായ്സ്, അക്ഷയ് ഹിയർ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. ആക്ച്വലി എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്ക് ജനുവരി 1 തന്നെ 2026 എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഒരു ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചാണ്. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് 1 മന്തോളം ഞാൻ റെസ്റ്റിലായിരുന്നു. അങ്ങനെ കണ്ടൻറ്റുകളും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ എനിക്ക് കുറേ ആക്സിഡൻറ്റ് അനുബന്ധിച്ച് എനിക്ക് കുറേ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മൂക്കിൻ്റെ ഇവിടെയാണ് മെയിനായിട്ട് എനിക്ക് ഫേസിലാണ് ഇഞ്ചുറി വന്നത്. ഇഞ്ചുറി ഒരു 17 സ്റ്റിച്ചോളം അകത്തും പുറത്തുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൈയുടെ വിരൽ ഇപ്പോഴും മാറിയിട്ടില്ല, അത് പൊട്ടി പോയായിരുന്നു. അങ്ങനെ അത് റെഡി ആവാനായിട്ട് വെച്ചേക്കുന്നു. പിന്നെ കൈക്കും കാലിനും അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ചതവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ നിന്നുള്ളത് 17 സ്റ്റിച്ചോളം ഉണ്ടായിരുന്നു. ആ സ്റ്റിച്ചിൻ്റെ ഏകദേശം പുറത്തുള്ള എല്ലാം പോയിട്ടുണ്ട്. തനിയെ പോകുന്ന സ്റ്റിച്ചുകളാണ് ഉള്ളിലുള്ള ഇനി പോകാനുണ്ട്. വേറെ എനിക്കിപ്പോൾ വണ്ടി ഓടിച്ചൊക്കെ തുടങ്ങി. സ്കൂട്ടർ ജസ്റ്റ് ഓടിക്കാം, പക്ഷേ ബൈക്ക് നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ക്ലച്ച് പിടിക്കേണ്ട ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ക്ലച്ച് പിടിക്കുമ്പോൾ എൻ്റെ ഈ കൈക്ക് വേദന എടുക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ ബൈക്ക് അങ്ങനെ ഓടിച്ചു തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. തിരിച്ച് ഓടിച്ച് വരണം എന്ന്. പിന്നെ എൻ്റെ വണ്ടി തിരിച്ച് കിട്ടി. വണ്ടിക്ക് ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ടിലായിരുന്നു മെയിനായിട്ട് പണി. അത് ബേസിക്കലി ഞാൻ നമ്മുടെ പെരിങ്ങാശ്ശേരി സൈഡിൽ നിന്ന് തൊടുപുഴയ്ക്ക് വരികയായിരുന്നു. അന്നേരം ഏഴുമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ബസ് ക്രോസ് ചെയ്ത് വരുന്നത്. പെട്ടെന്ന് കണ്ടില്ല, അവരും കണ്ടില്ല, അവരെന്നെയും ശ്രദ്ധിച്ചില്ല. അവർ ക്രോസ് ചെയ്ത് വരുമായിരുന്നു. ഞാൻ നേരെ തൊടുപുഴയ്ക്ക് സ്ട്രെയിറ്റ് റോഡിൽ വരുമായിരുന്നു. അവരെ ഇടവഴിയിൽ നിന്ന് കയറി വന്നു. പെട്ടെന്ന് കണ്ടില്ല, ഫ്രണ്ടിൽ ചെന്ന് തട്ടി. അങ്ങനെയാണ് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. പിന്നെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് മേജറായിട്ടുള്ള തലയ്ക്ക് വേറെ പരിക്കുകളൊന്നും പറ്റാത്തത്. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തന്നെ അവനവൻ്റെ സേഫ്റ്റിക്ക് എപ്പോഴും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ എവിടെ പോയാലും, ബൈക്കിനാണ് പോകുന്നതെങ്കിൽ ഒരാളാണെങ്കിലും 2 പേരാണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ പോവുക. ഓക്കെ, അപ്പം എല്ലാവരും ഇനിയും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇനിയും പുതിയ കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ഇവിടെ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും പിന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ പേജുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലുണ്ട്. എല്ലാവരും അതിൻ്റെ അകത്ത് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ ബയോയിലും കിടപ്പുണ്ട്. എല്ലാവരും അവിടെ നിന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. ഇനിയും തുടർന്ന് ഞാൻ കൂടുതൽ വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പം അതുവരേക്കും ബൈ ഫ്രം അക്ഷയ്.